ഹായ് ഓൾ, എല്ലാവർക്കും ടെക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ വിജ്ഞാപനം വന്നു കഴിഞ്ഞു. അപ്ലൈ ചെയ്തിട്ടുള്ളവർ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. പഠിച്ചു തുടങ്ങാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോളൂ. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ കോച്ചിങ് സെൻറ്റർ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. തിങ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് എ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഒന്ന്, പ്രീവിയസ് റിസൾട്ട്സ് ആൻഡ് ട്രാക്ക് റെക്കോർഡ്സ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിന് മുൻവർഷങ്ങളിൽ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ, മുൻവർഷങ്ങളിലെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ അവൈലബിലിറ്റി ഓഫ് മെൻറ്റേഴ്സ് ആൻഡ് ഫാക്കൽറ്റി ടീം ഫോർ മെൻറ്റർഷിപ്പ് ആൻഡ് ഔട്ട് ക്ലിയറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും മെൻറ്ററും അതുപോലെ ഫാക്കൽറ്റി ടീമും പ്രസൻ്റ് ആയിരിക്കും, പക്ഷേ അവർ ഓൾ ദ ടൈം അവൈലബിൾ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള മെൻറ്റർ ആൻഡ് ഫാക്കൽറ്റി ടീം ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾ ഈ ഒരു എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ റിലയബിലിറ്റി ഓഫ് കോഴ്സ് മെറ്റീരിയൽസ് ആൻഡ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് തന്നെയാണ് അതിൻ്റെ കോഴ്സ് സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും. അപ്പോൾ വിശ്വസനീയമായ മെറ്റീരിയൽസും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും മോക്ക് ടെസ്റ്റുകളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ ലൈവ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും തരുന്നുണ്ടോ എന്ന് നോക്കുക. പീരിയോഡിക് ആയിട്ടുള്ള ടോപ്പിക് വൈസ് എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് ഉണ്ടോ എന്ന് നോക്കുക. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. കാരണം ഇത്തരത്തിലുള്ള പീരിയോഡിക് അസസ്മെൻറ്റ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഒരു ഗ്രാജുവൽ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് മനസ്സിലാക്കാനും നമ്മുടെ സ്ട്രെങ്ത്തും നമ്മുടെ വീക്ക്നെസ്സും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഫുൾ സിലബസ് കവർ ചെയ്യുന്നുണ്ടോ, കോഴ്സ് വാലിഡിറ്റി എക്സാം വരെ ഉണ്ടോ എന്നുള്ള കാര്യവും ചെക്ക് ചെയ്യാം. എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ധാരാളം മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ എക്സാം ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയം വരെ കോഴ്സ് വാലിഡിറ്റി ഉള്ള കോച്ചിങ് സെൻറ്റേഴ്സ് ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ റീസണബിൾ ആയിട്ടുള്ള കോഴ്സ് ഫീ ആയിരിക്കണം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് ആൻഡ് കറക്റ്റീവ് മെഷേഴ്സ്, അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് അവരുടെ ടൈം മാനേജ്മെൻറ്റിനും മാത്രമല്ല അവരുടെ സ്ട്രെങ്ത്, അവരുടെ വീക്ക്നെസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി ആ ഒരു ഉദ്യോഗാർത്ഥിക്ക് തന്നെ ഒരു അവയർനെസ് ലഭിക്കാനും മോക്ക് ടെസ്റ്റുകൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണോ എന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന കാര്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു കോച്ചിങ് സെൻറ്റർ തിരഞ്ഞെടുക്കാനായിട്ട്. ഇതിനൊരു സൊല്യൂഷനായി ടെക് പി എസ് സി ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്കായുള്ള തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ മുൻ വർഷങ്ങളിലെ വിജയികളെ പരിചയപ്പെടാം. വിശ്വജിത്ത് എസ്, മുഹമ്മദ് റാസി, മുഹമ്മദ് ഷാറൂഖ്, അതുപോലെ സന്ദീപ് എസ് ബി. ഇത്രയും പേർ റാങ്ക് ഹോൾഡേഴ്സ് ആയിരുന്നു. ഇവരെല്ലാം ടെക് പി എസ് സിയുടെ കോഴ്സുകളിലൂടെ വിജയത്തിലേക്ക് എത്തിയവരാണ്. നമുക്ക് നമ്മുടെ ടീം ഓഫ് എക്സ്പേർട്സിനെ ഒന്ന് പരിചയപ്പെടാം. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിലെ കോഴ്സ് മെൻറ്റർ എന്ന് പറയുന്നത് സജീവ് സാറാണ്, സജീവ് ആർ. പ്രൊഡ്യൂസ് റാങ്ക് ഹോൾഡേഴ്സ് ഇൻ ലാസ്റ്റ് IEO എക്സാം, അത് നമ്മൾ കണ്ടതാണ്. അതുപോലെ ക്ലിയർഡ് മോർ ദാൻ 30 കോമ്പറ്റേറ്റീവ് എക്സാം ഇൻ സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി കൂടിയാണ് അദ്ദേഹം. ഇൻക്ലൂഡഡ് ഇൻ മോർ ദാൻ 25 PSC ലിസ്റ്റ്, മെൻറ്റേർഡ് മോർ ദാൻ 10,000 സ്റ്റുഡൻസ്, അതും വളരെ വലിയൊരു കാര്യം തന്നെയാണ്. 10,000-ഓളം കുട്ടികളെ മെൻറ്റർ ചെയ്തിട്ടുണ്ട്. MTech ഇൻ മെഷീൻ ഡിസൈൻ, BTech ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് 11 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ്. ഇനി സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് കൈകാര്യം ചെയ്യുന്നത് ഗായത്രി സുജ, MTech ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, 8 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ വേരിയസ് PSC ലിസ്റ്റ്. ആതിര AS, MS ഇൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ഇൻക്ലൂഡഡ് ഇൻ വേരിയസ് PSC ലിസ്റ്റ്. അനു, BTech ഹോണേഴ്സ് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് 4 years ഓഫ് ടീച്ചിങ് എക്സ്പീരിയൻസ്. ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ വിപിൻ ഗോപൻ, PhD ഇൻ മാനുഫാക്ചറിംഗ് മാനേജ്മെൻറ്റ്, ME ഇൻ മാനുഫാക്ചറിംഗ് സിസ്റ്റംസ് ആൻഡ് മാനേജ്മെൻറ്റ്, BTech in Mechanical Production Engineering and included in various PSC list. Mrutula B,
PhD scholar in management, M.Tech in industrial engineering, B.Tech in industrial engineering. ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൈകാര്യം ചെയ്യുന്നത് സജീവ് ആർ. M.Tech in machine design, B.Tech in mechanical engineering, 11 years of teaching experience and included in more than 25 PSC main list. Aravind R. M.E. in engineering design, B.Tech in mechanical engineering, 10 years of teaching experience and included in various PSC list. Rakesh Chandra. M.Tech in manufacturing engineering, B.Tech in mechanical engineering, 8 years of teaching experience and included in various PSC list. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കൈകാര്യം ചെയ്യുന്നത് ആർച്ച പി ലാൽ. PhD നാവിഗേഷൻ ഓൺഗോയിങ് ആണ്. M.Tech in guidance and navigation control, B.Tech in electrical and electronics engineering and included in various PSC list. Bharat GR. M.Tech in electrical, B.Tech in electrical, 6 years of teaching experience and included in various PSC list. Electronics engineering, Aparna B. Prasad. M.Tech in signal processing, B.Tech in ECE, 6 years of teaching experience and included in various PSC list. Ajina Halil. M.Tech in signal processing, B.Tech in electronics and communication engineering. She is also having 6 years of teaching experience. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കൈകാര്യം ചെയ്യുന്നത് നൂറ. M.Tech in cyber forensic and information security, B.Tech in electronics and communication engineering, 8 years of teaching experience. Ashwati Menon. M.Tech in applied electronics and communication system, B.Tech in electronics and communication, 6 years of teaching experience. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഈ ടോപ്പിക്സ് കൈകാര്യം ചെയ്യുന്നത് വിജി. M.Tech in നെറ്റ്വർക്ക് എഞ്ചിനീയറിംഗ്, B.Tech in computer science and engineering, included in various PSC list. Sharath P. Raju. Masters of Engineering in Computer Science. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു ഗ്രേറ്റ് ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ലൈവ് ക്ലാസുകളും എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന റെക്കോർഡ് ക്ലാസുകളും. ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സ് വാലിഡിറ്റി, ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും, അതുപോലെ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാമുകളും, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 4500 രൂപയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ.